ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു പൊട്ടാറ്റോ ഫിംഗർ ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലോട്ട് കുറച്ച് ചെറുതാക്കി അരിഞ്ഞ ഉള്ളിയും പിന്നെ ബ്രെഡ് ക്രംസ് എടുത്തിട്ട് 2 പ്ലേറ്റിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു മുട്ടൻ്റെ വെള്ള ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ സ്മാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച അതിലോട്ട് കുറച്ച് മുളക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കൈവച്ച് തന്നെ. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപ്പ്, പിന്നെ ഗരം മസാല, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാക്കാം. ഞാൻ ഇവിടെ ഇത്രയാണ് ചേർക്കുന്നത്. പിന്നെ ബ്രെഡ് ക്രംസ് ഗൈസ് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനാണ് ഞാൻ 2 രീതിയിൽ മാറ്റി വെച്ചത്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റോൾ ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെയാണ് ഒന്ന് ഫിംഗർ പോലെയാണ് ആക്കിയെടുക്കാൻ നോക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് വൈറ്റ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ വെള്ളയിലോട്ട് മുക്കിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ തന്നെ ബ്രെഡ് ക്രംസിലും മുക്കിയിട്ട് ഇതുപോലെ ഓരോന്നും മാറ്റി വയ്ക്കാം. നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് നമുക്ക് ചെയ്തിട്ട് എണ്ണയിലിട്ട് വറുക്കാം. അപ്പോൾ ഇവിടെ പാന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ പൊട്ടാറ്റോ ഫിംഗർ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു ബ്രൗൺ കളർ ആവണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതാ ഓരോന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ ഇതാ നന്നായിട്ട് തന്നെ ആവുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആവുമ്പോൾ നമുക്കിത് മാറ്റാവുന്നതാണ് കേട്ടോ ഗൈസ്. ഇതുപോലെ ഞാനൊരു ഹോട്ട് ബോക്സിലാണ് ആക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് വറുത്ത് കോരി എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഇത് നമുക്കിനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ മുകളിൽ ചീസ് സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും എങ്ങനെ ഉണ്ടാകുന്നൊന്നും എനിക്കും വലിയ ചിന്തയൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കഴിച്ച് നോക്കാം. ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. ആ ഒരു പൊട്ടാറ്റോൻ്റെ ടേസ്റ്റും ആ പൊടികളുടെയൊക്കെ ടേസ്റ്റ് നന്നായി കയറി വരുന്നത്. എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ ഗൈസ്. എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത